മലപ്പുറത്തിലേക്കാക്കാം, അവനെ പറയണ്ടല്ലോ മലപ്പുറത്തിലേക്കാക്കാൻ വളരെ സ്നേഹം. അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് ചോദിച്ചു, മക്കളെ ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോയോ ചോദിച്ചു. അവൻ പറഞ്ഞു ഞാൻ ഹൈറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി, അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഇക്കാക്കാന്ന് ചോദിച്ചു. അപ്പൊ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മസ്റ്റായിട്ട് ഇന്നത്തെ ദിവസം നീ ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തും എന്നോട് പറഞ്ഞു. സോ അത് കേട്ടപ്പോൾ ഭയങ്കര, അത് മാത്രമല്ല ഞാൻ രാവിലെ മാത്രമല്ല രാത്രിയിലും എത്തിക്കാഫിനെ നീയത്ത് വെച്ചിട്ട് കാബയിലോട്ട് എൻ്റർ ചെയ്തിട്ട് അവിടെ തന്നെ ഇരിക്കും, ഖുർആൻ ഓതും, കുറേ സമയം ഓതും, കുറേ സമയം കാബയെ നോക്കിയിരിക്കും, ക്ഷീണം വരുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങും. പിന്നെ വെള്ളം അവിടെ തന്നെയുണ്ട്, ഈത്തപ്പഴം കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യണം, അത് മേടിച്ചു വെക്കും, അത് കഴിക്കും, അവിടെ കിടന്ന് ഉറങ്ങും, രാവിലെ ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ കമ്പാരിറ്റീവ്ലി നൈറ്റും ഡേയും ഫുള്ള് ഏകദേശം ഹറമിൽ അങ്ങനെ ആയിക്കാക്ക പറഞ്ഞ പോലെ ആ ഒരു ദിവസത്തിൽ ഇങ്ങനെ പോവാണ്. രാത്രിയിൽ ഇങ്ങനെ ഉള്ളിലോട്ട് കയറി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഖുർആനൊക്കെ ഓതിയിട്ടിരുന്നപ്പോൾ എനിക്കുള്ളിൽ തന്നെ ഒരു ഇൻഡ്യൂഷൻ, നിനക്കിനി ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോവാം. പക്ഷെ ധൈര്യം പോരാ, എന്നാലും ഞാൻ പോയി നോക്കി. ഭയങ്കര തിക്കുനിരക്കാണല്ലോ, അറിയല്ലോ, നമ്മളെക്കാളും നല്ല ബലമുള്ളവരുടെ കൂടെ നമ്മൾ കൂട്ടിയ കൂടത്തില്ല. ഞാൻ തിരിച്ചു വന്നു, വിഷമായി, വീണ്ടും കൈകെട്ടി സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ ഉള്ളിൽ ഒരു ഇൻഡ്യൂഷൻ, നിനക്ക് പോവാൻ പറ്റും, നീ പോന്നിങ്ങനെ പറയണേ. സോ വീണ്ടും പോയി. അൽഹംദുലില്ലാഹ് എന്തോ ആ സമയത്ത് എല്ലാവരും മാറി തന്നതുപോലെ കുറച്ച് സ്പേസിന്റെ ഇടയിൽ കൂടെയൊക്കെ പോയി ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്താൻ പറ്റി. എത്തിയപ്പോഴാണ് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കാൻ പോവാണ്. കാരണം ആ സമയത്ത് ഒന്നും എന്റെ മൈൻഡിലില്ല, ആകെ മോളമാവുക മാത്രമേ മെന്നി പറയുന്നുള്ളൂ. കാരണം എന്റെ റൂഹിന് ഏറ്റവും തനിയാവല ആവശ്യം മോക്കാണല്ലോ എല്ലാരെക്കാളേറെ. സോ ആ ഒരു മുഖം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും. കാരണം എല്ലാവരും നമുക്ക് മുകളിൽ ഇങ്ങനെ കിടക്കുവാണ്, ബലമുള്ളവരൊക്കെ, മനസ്സിലാവുമല്ലോ അല്ലെ. സോ തിരിച്ചു കയറില്ല എന്ന് വിചാരിക്കുമ്പോൾ ഒരു ഇത്രയും തിളങ്ങുന്ന മുഖമുള്ള ഒരു മനുഷ്യൻ എനിക്ക് കൈ ഇങ്ങനെ തന്നിട്ട് ഹോൾഡ് ചെയ്ത് തന്നിട്ട് ഇങ്ങനെ പിടിച്ച് കേൾക്കുമോ എന്ന് പറയുന്ന ഒരു ആക്ഷൻ, അതിൽ പിടിച്ചാൽ ഞാൻ തിരിച്ചു കയറിയിട്ട് നമ്മൾ താങ്ക്സ് പറയുന്നൊന്നും അവരിൽ എത്തുന്നില്ല. കാരണം അവർക്ക് ഹജറുൽ അസ്വദിൽ എത്തണം എന്നുള്ള രീതിയിൽ പിന്നെ ആ മുഖം ഞാൻ കണ്ടതുമില്ല. സോ ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാൻ പറ്റൂല. സോ അങ്ങനെ ഈച്ച് ആൻഡ് എവറി പ്ലേസിൽ ഓരോ സെക്കൻഡ് വൈസ് അത് വല്ലാത്തൊരു അനുഭവം, ഫീലാണ്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ ബെന്യാമിൻ സാർ പറയില്ലേ, നമുക്ക് മനസ്സിൽ ഒരാളോട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത 2 വികാരമേ ഉള്ളൂ. അതിൽ ഒന്നെന്ന് പറയുന്നത് ഭക്തിയാണ്. അതെ, നമ്മളെ പടച്ചനോടുള്ള നമ്മുടെ ഹുബ്, ആ ഒരു ഇഷ്ടം. അതുകൊണ്ടാണല്ലോ അള്ളാഹു പോലും പറഞ്ഞത്, ഈ സർവ്വചരാചര്യങ്ങളെ ഞാൻ സൃഷ്ടിച്ചു വെച്ചെങ്കിൽ പോലും ഇതിനൊന്നും തന്നെ എന്നെ ആവാഹിക്കാനോ എന്നെ ഉൾക്കൊള്ളാനോ പറ്റില്ല. പക്ഷെ ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ഉള്ളിൽ ആ ഒരു കൽബുണ്ടല്ലോ, ആ കൽബിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാവും. ആ കൽബിൽ മാത്രമേ എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ.